അങ്ങനെ നമ്മുടെ നയന ദേവയാനിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പതുക്കെ ആദർശ് അറിയാതെ പതുക്കെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ മുറിയിൽ നിന്ന് വരയ്ക്കാനെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വരികയാണ്. വരുന്ന സമയത്ത് ആദർശ് ഉണരുന്നുണ്ട്. എന്നിട്ട് നയനയോട് ഈ രാത്രി എങ്ങോട്ടാ പോകുന്നത്, എന്താ ജോലി എന്തെങ്കിലും ചെയ്യാനാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നി, ഒരു ഡിസൈന് വരയ്ക്കണമെന്ന് തോന്നി. അതിപ്പോൾ തന്നെ അത് കുറിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് മറന്നു പോകും. അതിനെക്കൊണ്ട് ഇനിയിപ്പോൾ ഇത് വരച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കവും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന അത് വരയ്ക്കാൻ, ആദർശിനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് നയന അത് വരയ്ക്കാനായിട്ട് ഹോളിലേക്ക് പോവുകയാണ്. അങ്ങനെ നയന ഡിസൈനൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ദേവയാനിയും ഉറക്കമില്ലാതെ മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നയനയെ ആലോചിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ജയൻ അറിയാതെ ദേവയാനിയും മുറിയിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ നയന ഡിസൈന് വരച്ചുകൊണ്ടിരിക്കുന്നത് ദേവയാനി കാണുന്നത്. അങ്ങനെ നയനയുടെ തോളിൽ വന്ന് പതുക്കെ പിടിക്കുകയാണ്. അങ്ങനെ ആ അമ്മയോ, അമ്മ ഇതെന്താ ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്ന സമയത്ത് അതുമോളെ എനിക്ക് ഉറക്കം വന്നില്ല, കുറേ തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു, പക്ഷെ ഉറക്കം വന്നില്ല, അതുകൊണ്ടാണ് പുറത്തോട്ട് വന്നത് എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ആ സമയത്ത് നയനയും പറയുന്നുണ്ട് എൻ്റെയും അവസ്ഥ അതായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ എൻ്റെ മനസ്സിലോട്ട് വന്നു, അത് അപ്പോൾ തന്നെ വരച്ചില്ലെങ്കിൽ അത് പിന്നെ ഞാൻ മറന്നു പോകും, വിട്ടുപോകും, പിന്നീട് അത് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് നയന. ആ സമയത്ത് മോളെന്തിനാ ഇങ്ങനെ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് ഡിസൈനൊക്കെ വരയ്ക്കുന്നത്, ഓഫീസിൽ പോയാൽ തന്നെ പിടിപ്പത് ജോലിയുണ്ടല്ലോ, പിന്നെ ഇവിടെയും ഉറക്കമൊഴിച്ച് വരയ്ക്കാനും ജോലി ചെയ്യാനാണോ തീരുമാനം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ദേവയാനി ഏതായാലും മോള് വരയ്ക്കുകയല്ലേ, ഞാൻ മോൾക്ക് ചായ ഇട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചായയോ ഈ സമയത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതെന്താ ഇപ്പോൾ ചായ കുടിച്ചാൽ, ചായ കുടിക്കുമ്പോൾ ഒരു ഉണർവൊക്കെ ഉണ്ടാകും, ഞാനത് ഇട്ടുകൊണ്ട് വരാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ഈ സമയത്ത് കഴിക്കാനോ, ഇപ്പം നേരം എത്രയായി എന്നാ വിചാരം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നമുക്ക് കഴിക്കാമെന്ന് എപ്പം തോന്നുകയാണെന്നുണ്ടെങ്കിലും കഴിക്കാം, അതിന് നേരം സമയം ഒന്നും നോക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് ഏതായാലും കഴിക്കാനൊന്നും വേണ്ട, അമ്മ കാപ്പി ഇട്ട് കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്, അത് മാത്രം ഇട്ടാൽ മതി, അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവയാനി നയനയ്ക്ക് കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ അനാമിക അവിടേക്ക് വരുന്നത്. അങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന നയനയെ കാണുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഓ കുറച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അപ്പോഴാണ് ഇപ്പോൾ അതിനേക്കാളും സ്വസ്ഥത കളയുന്ന ഒരുത്തി ഇവിടെ ഇരിക്കുന്നത്, ഹാളിലും ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനാമിക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഫിയുമായിട്ട് ദേവയാനി പതുക്കെ പുറകിലൂടെ വരുന്നത്. അങ്ങനെ അനാമികയെ കണ്ട ഉടനെ തന്നെ ദേവയാനി അവിടെ തന്നെ മറിഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് അനാമിക നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്കെന്താ ഉറക്കമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ പണി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഏതായാലും ഉറക്കവും ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടിട്ടാണ് എന്നെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നത്, ഞാൻ ഏതായാലും ജോലി ചെയ്യുന്നതാണ്, അത് നിനക്ക് കണ്ണിൽ കണ്ടൂടെ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ മുറിയിൽ ഒരുത്തനുണ്ട്, അവനേതായാലും എനിക്ക് സ്വസ്ഥത തരാത്ത ഒരുത്തനാണ്, ഏതായാലും ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ എന്ന് വെച്ച് വന്നപ്പോൾ അതിനേക്കാളും സ്വസ്ഥത കളയുന്ന നിങ്ങളെയാണ് ഇവിടെ കാണുന്നത്, എവിടെയും മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക. ഇത് കേട്ടിട്ട് നയന ചോദിക്കുന്നുണ്ട് അല്ല നീ ഇപ്പോൾ നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഈ വീട്ടിലുള്ളവരൊക്കെ വീട് വിട്ട് പോകണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ കുറച്ച് ആളുകളെ കൊണ്ട് ബാക്കിയുള്ളവർ വീട് വിട്ട് പോകേണ്ട അവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക പിറുപിറുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കുഴപ്പമല്ല നിന്റെ കുഴപ്പമാണ് എന്ന് മറുപടി കൊടുക്കുകയാണ് നയന. അങ്ങനെ പിന്നീട് ഓരോന്ന് നയനയോട് കയർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അമ്മായിയമ്മ എന്നെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്, എനിക്ക് ഇവിടുന്ന് സ്വസ്ഥതയില്ലാതെ വീട് വിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട് അമ്മായിയമ്മ എത്ര കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ടും കാര്യമില്ല, സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹമാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ടത്, അത് കിട്ടിയാലേ ഒരു പൂർണ്ണമായിട്ടുള്ള ഭാര്യയാകൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയാണ് അതിന് നിങ്ങളുടെ അനിയത്തി സമ്മതിക്കില്ലല്ലോ, ഏത് നേരവും അവൻ്റെ പുറകെയാണല്ലോ, വെറുതെ അല്ല അവളെ ചിക്കൻ ബോക്സ് വന്നിട്ട് ദൈവം കിടത്തിയത്, അവളുടെ മനസ്സിലൊരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നയനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം പറയുന്നുണ്ട് ഒരു അസുഖം വന്ന് കിടക്കുന്ന ആളെ വെറുതെ വിമർശിക്കരുത്, അസുഖം എന്ന് പറയുന്നത് ആർക്കും എപ്പം വേണമെങ്കിലും വരാം, ഈ പറയുന്ന അനാമികയ്ക്കും വരാം എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ പിന്നീട് അനാമിക പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇരുന്ന് വരച്ചൂടെ, മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് കരുതിയിട്ട് വന്നതാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ എവിടെയും പോയി വരയ്ക്കില്ല, ഇവിടെ തന്നെ ഇരുന്ന് വരയ്ക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ ദേഷ്യം കൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അനിയത്തി ഒരിക്കലും മെസ്സേജ് ആവില്ല എന്നൊക്കെ ശപിച്ചുകൊണ്ടാണ് അനാമിക പോകുന്നത്. ആ സമയത്ത് ദേവയാനി നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, അവൾ പറഞ്ഞതൊക്കെ അമ്മ കേട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കേട്ടു മോളെ, അതൊക്കെ വിട്, മോളി കാപ്പി കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പി കൊടുക്കുകയാണ് നയനയ്ക്ക്. അതേസമയം അനി മുറിയിലിരുന്നിട്ട് നന്ദുവിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കി കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അനാമിക മുറിയിലോട്ട് കടന്നു വരുന്നത്. അനാമിക വരുന്നത് കണ്ടിട്ട് അനി പതുക്കെ ഫോണ് മാറ്റി വെക്കുകയാണ്, ഓഫാക്കിയിട്ട്. ആ സമയത്ത് അനാമിക അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ വരുന്നത് കണ്ടിട്ട് ഫോണൊന്നും മാറ്റി വെക്കണ്ട, എനിക്കറിയാം നീ അവളുടെ ഫോട്ടോ ആണ് നോക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല നീ നേരത്തെ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോയാൽ നിനക്കെന്താ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോകുന്നതും കാത്താണല്ലോ നീ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് പറയുകയാണ് അനാമിക. എന്നിട്ട് ഈ മുറിയിൽ കിടന്നിട്ട് നിന്നെയും കണ്ട് കിടന്നിട്ട് എനിക്കൊരു സ്വസ്ഥയും കിട്ടുന്നില്ല, അതുകൊണ്ട് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാളിലേക്ക് പോയത്. അപ്പോൾ അതിനേക്കാളും വലിയ സ്വസ്ഥത കളയുന്ന ഒരുത്തി അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും ഈ സമയത്തല്ലാതെ വേറൊരു സമയത്തും ചിത്രം വരയ്ക്കാനില്ലേ, അതും വേറെ സ്ഥലത്തിരുന്ന് വരച്ചൂടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഏതായാലും ഉറക്കം ഒഴിഞ്ഞിട്ട് ജോലിയാണ് ചെയ്യുന്നത്, അല്ല നിന്നെ പോലെ വെറുതെ ഓരോന്ന് കുത്തിത്തിരിപ്പിന് നടക്കുകയല്ല. അവർ ഉറക്കമൊക്കെ ഒഴിച്ചിട്ടാണ് ഓരോ ഡിസൈനും വരച്ചിട്ട് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കമ്പനിക്ക് വലിയ ലാഭമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഈ ചില പെൺകുട്ടികൾക്ക് രാത്രി വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാത്രിയിലാണല്ലോ അവരെ തിരഞ്ഞ് ഇനി ഓരോരുത്തർ വരിക. ഇനി അങ്ങനെ ആരെങ്കിലും രാത്രിയിൽ കാണാൻ വരുന്നുണ്ടോ എന്നുള്ളത് ആര് കണ്ടു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, എന്തായാലും മേട്ടത്തിയൊന്നും അത്തരക്കാരല്ല, അവരങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ഒന്നുമല്ല അവരെ വളർന്നത്, അവരെ അച്ഛനും അമ്മയും ഒക്കെ നല്ല രീതിയിലാണ് വളർത്തിയത് എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് അനി. എന്നിട്ട് നിന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്, നിന്റെ അച്ഛനും അമ്മയും നിന്നെ അങ്ങനെയാണല്ലോ വളർത്തിയിരിക്കുന്നത്, വഷളാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനി. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാലുണ്ടല്ലോ അത് ഞാൻ കേട്ട് സഹിച്ച് നിൽക്കില്ല അനി, ഞാൻ മറുപടി കൃത്യമായി തന്നിരിക്കുമെന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ പിന്നീട് അനാമിക ഓരോന്ന് തർക്കിച്ചുകൊണ്ട് പിന്നീട് അവിടെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ദൈവമേ ഇനി എത്ര നാൾ ഈ വെളുപ്പ് ചുമക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ തലയിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അതേസമയം ദേവയാനി നയനയും അനാമികയുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവൾ അനിയെ സ്നേഹിച്ച് തുടങ്ങിയാൽ മതിയായിരുന്നു, അവർ തമ്മിൽ ഒന്നിച്ചു പോയാൽ മതിയായിരുന്നു, അവർ നന്നായാൽ മതിയായിരുന്നു, അവരുടെ ജീവിതം സന്തോഷത്തിലായാലേ ഇനി എനിക്ക് സമാധാനമാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നയന. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോളെ ഭാഗത്താണ് അക്കാര്യത്തിൽ തെറ്റ് വന്നത്, അനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മോള് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. എന്നിട്ട് ഞാനും ജാനകിയും ഒക്കെ അതിനെ എതിർത്താലും ആദർശും മുത്തശ്ശിയും ഒക്കെ അത് നിന്റെ കൂടെ നിന്നിട്ട് അത് നടത്തി തരുമായിരുന്നു, അന്ന് അതായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അന്ന് അങ്ങനെ നന്ദുവിനെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിലൊരു യുദ്ധമായിരുന്നു നടക്കുകേനെ. അനാമിക അന്തസ്സോടെ നല്ല രീതിയിലാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്, പക്ഷേ നന്ദുവിനായിട്ടുള്ള വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് യുദ്ധം ചെയ്തിട്ടേ അത് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഇനി അവർ തർക്കിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതിൽ കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അവർ പിരിയാൻ പാടില്ല, അവർ ഇനി ഡൈവോഴ്സ് ആവാൻ അങ്ങനെയുള്ളതിലേക്കൊന്നും പോകാൻ പാടില്ല, അവരുടെ ബന്ധം നശിപ്പിക്കുന്നതിന് മോളുടെ അനിയത്തി ഒരു കാരണമാകരുത് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അത് ഒരിക്കലും ഉണ്ടാവില്ല അമ്മേ, കാരണം അന്നേ അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്നിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല, അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം തന്നെ ഒരുമിച്ച് പോവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ നയന പറയുകയാണ്. അങ്ങനെ പിന്നീട് ദേവയാനി നയനയോട് വരച്ച ഡിസൈനോടെ കാണട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ആ ഡിസൈനൊക്കെ നോക്കിക്കൊണ്ട് നയനയോട് പറയുന്നുണ്ട്, നാളെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഫ്രീ ആകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു വിശേഷമുണ്ട്, എനിക്ക് ചെറുതായിട്ടൊരു പർച്ചേസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ വരാം, ആദർശേട്ടനോട് പറഞ്ഞിട്ട് വരാം, ഏതായാലും നന്ദുവിനെയും കൂട്ടി അമ്മയും കൂട്ടിയൊക്കെ പുറത്തിറങ്ങണം എന്നുള്ളത് പറയാം, കാരണം നവ്യേച്ചിയുടെ 7ാം മാസത്തിൻ്റെ ആ ഒരു ഇത് കൂട്ടാനുള്ളത് ചടങ്ങ്
പെരുന്നാളങ്ങൊക്കെ വരികയല്ലേ, അപ്പോൾ അതിന് കുറച്ച് പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരാമെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ കാറുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ പിന്നീട് ദേവയാനി കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നയന ഓരോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. പാടുന്നതും അവരഭിനയിക്കുന്നതും അവർ കെട്ടിപ്പിടിക്കുന്നതും പുറത്തു പോകുന്നതും അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് രാവിലെ കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ തല തോർത്തിക്കൊണ്ടിരിക്കുകയാണ് നയന. ആ സമയത്താണ് ദേവയാനി വരുന്നത്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഇങ്ങനെ മുടി തോർത്തിയാൽ എങ്ങനെയാ മോളെ, തലയിലുള്ള വെള്ളമൊക്കെ പോവുക, ശരിക്ക് തോർത്തിയിട്ടില്ലെങ്കിൽ പനി വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ നിന്നും ആ തോർത്ത് വാങ്ങിയിട്ട് ദേവയാനി തല തോർത്തി കൊടുക്കുകയാണ് നയനയുടെ. ആ കാഴ്ച കണ്ടിട്ടാണ് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ആ കാഴ്ച കണ്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് നയന മുത്തശ്ശി കണ്ടത് കാണുന്നുണ്ട്. എന്നിട്ട് അയ്യോ അമ്മേ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പതുക്കെ തോർത്ത് നയനയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിലും ഒരു കാര്യത്തിലൊരു ശ്രദ്ധയുമില്ല, വെള്ളം മുഴുവൻ തറയിൽ വീണ് കിടക്കുകയാണ്, ഇനി അത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവർ വഴുക്കി വീഴാൻ, ഒരു ശ്രദ്ധയുമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും എൻ്റെ മോനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിക്കാനും നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം കളിച്ചിട്ട് നയനയെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിക്ക് കാര്യമൊക്കെ ഏകദേശം പിടികിട്ടിയ മട്ടിലാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓ മരുമകളുടെ തല തോർത്തി കൊടുക്കാനൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനു മുമ്പ് പറഞ്ഞതൊന്നും അമ്മ കേട്ടിട്ടില്ലായിരുന്നോ, ഇനിയിപ്പോൾ തലയിൽ വെള്ളം നിറഞ്ഞിട്ട് പനി പിടിച്ചിട്ട് വേണം ആ കാരണം പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോകാൻ, പിന്നെ അത് മതി ഇവിടെ ഒരുത്തനെ സങ്കടമാവാനും പിന്നെ അവളെ വിളിക്കാനും കാര്യങ്ങളും പ്രശ്നമുണ്ടാക്കാനും, ഇനി ഞാൻ കാരണം ഇനി അതൊരു പ്രശ്നം ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനൊന്ന് പിടിച്ചു വലിച്ച് തോർത്തി കൊടുത്തതാണ്, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടും ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ അവൾ പനിയായി പിടിച്ച് പോയി നിന്നാൽ അവനൊരു പ്രശ്നമില്ലല്ലോ, അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് തോന്നുകയാണ്, അവന് പ്രശ്നമാണ്, അവന് പിന്നെ എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആണോ മോളെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ ചെറിയ തോതിൽ പ്രശ്നമാണ് മുത്തശ്ശി എന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് ദേവയാനിക്കൊപ്പം നിന്ന് നയന മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മോളെ, അവൾക്ക് നിന്നോട് സ്നേഹമുണ്ട്, അത് അംഗീകരിച്ച് തരാത്തതാണ്, അവൾ സ്നേഹം കൊണ്ട് തന്നെയാണ് മോക്ക് തല തോർത്തി തന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന അങ്ങനെ പറയുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, അതൊന്നും എനിക്ക് തോന്നില്ല മുത്തശ്ശി, തല തോർത്തുന്ന സമയത്ത് തന്നെ എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ അതൊന്നുമല്ല കാര്യം മോളെ, എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അതാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും ഇല്ല മുത്തശ്ശി, വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ലേ, അതിൻ്റെ മാറ്റമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നയന. അപ്പോൾ അതൊന്നുമല്ല കാര്യം, എന്തായാലും എന്തോ കാര്യമായിട്ടുള്ള തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നയനയോട് മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് ഇനി കരൾ തന്നത് മോളാണ് എന്നുള്ള വിവരം അവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ മുത്തശ്ശി സംശയം പറയുകയാണ് നയനയോട്.